ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ബംഗാളി ഡിഷ് ആണത്ര കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കണ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണത് എന്ന് കാണാം കേട്ടോ. അപ്പം ഞാൻ പുളിയില്ലാത്തൊരു തൈര് എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളെ വഴുതനങ്ങ ഇല്ലേ, വഴുതനങ്ങ എടുത്തിട്ട് ഇതുപോലെ വട്ടത്തിൽ നുറുക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കുക. മഞ്ഞളും മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വഴുതനങ്ങയുടെ എല്ലാ ഭാഗത്തും ഇത് പിടിക്കേണ്ട രീതിയിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മസാല ഒക്കെ കൂട്ടില്ലേ പൊരിക്കാനായിട്ട്, അതേപോലെ എന്നിട്ട് ഇതൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക കേട്ടോ. എൻ്റെ ഒപ്പം പൊന്നുമാണ് കേട്ടോ സഹായിക്കാനുള്ളത്. പൊന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഹെൽപ്പ് ചെയ്തണം, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയത് പറഞ്ഞ് ഒപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം അത് ചൂടായതിന് ശേഷം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും നമ്മളത് പൊരിച്ചെടുക്കുക കേട്ടോ. ഇത് എല്ലാവരും കൂട്ടൂലേ ഇങ്ങനെയുള്ള ഒരു ടെൻഷൻ കാരണമൊക്കെ ഒരു പരീക്ഷണമല്ലേ അത്, കാരണം ഫസ്റ്റ് ഉണ്ടാക്കും ചെയ്യാണ്. അപ്പോൾ ആരും കഴിക്കൂലെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ടെൻഷനായിരുന്നു കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ അതൊക്കെ പൊരിച്ചെടുത്ത് ഞാൻ തൈരിലോട്ട് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊന്നിങ്ങനെ ചോദിക്കണ്ടേ, എന്താ അമ്മ അത് ഉണ്ടാക്കണേ, എന്താ അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കാണുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്കയും പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊന്നും ഉണ്ടാക്കണ്ട, വഴുതനങ്ങ പൊരിച്ചാൽ മതി, അപ്പോൾ നല്ല രസം ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ. എൻ്റെ പൊന്നാണ് വീഡിയോ എടുക്കുന്നത്, അതാണ് ഭയങ്കര ഇങ്ങനെ ഇളകിയും കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവൾക്ക് പേടിയാവുകയാണ്. ഓളെ മേലേക്ക് കടുക് പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയപ്പോൾ ഓള് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയപ്പോൾ ഞാൻ ഈ വോയിസ് ഇട്ടുകൊണ്ടാണ് ഓളെ ഇതൊന്നും കേൾക്കാത്തത്. ഓള് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കടുക് പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ അതിൽ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ടിട്ട് അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഇല്ലേ, ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ വറ്റൽമുളക് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് മൂത്ത് വന്നതിൻ്റെ ശേഷം ഇത് നന്നായി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തൈരിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇതിൻ്റെ ലാസ്റ്റത്തെ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുത്ത് പൊന്നുവാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കൂടെ നിന്നിട്ട് ഇളക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അതിൽ കൂടെ ഞാൻ ഇളക്കാം എന്നൊക്കെ പറഞ്ഞു. ഓളെന്നെ പേടിച്ചിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കണത്. അങ്ങനെ ഓളാണ് ഇപ്പോൾ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് അവിടെ ഇവിടെ ഒന്നും ആവണില്ല, ഈ ഒന്നാമത് അവിടെ ഇവിടെ ആയിട്ടില്ലെങ്കിൽ ഇതാണെങ്കിൽ ഇത് കരിഞ്ഞു പോകില്ലേ ജീരകമൊക്കെ. അങ്ങനെ ഞാൻ തന്നെ അവളുടെ നിന്ന് മേടിച്ച് ഞാൻ തന്നെ ഇളക്കി കൊടുത്തിട്ടോ. അങ്ങനെ ഇത് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ലാസ്റ്റ് നമ്മൾ അതിലോട്ട് ഒഴിക്കുക. അതാണ് ഇതിൻ്റെ ലാസ്റ്റ് പരിപാടി. ഇത്ര ഉള്ളൂ ഇതിൻ്റെ പരിപാടി. പക്ഷേ ഇത് കുറേ ദിവസമായി ഞാൻ ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനത്തെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ വരണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോയുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ എനിക്ക് വലിയ രസമൊന്നും ആയിട്ട് തോന്നിയില്ല കേട്ടോ.
പിന്നെ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പറഞ്ഞാൽ നന്നായിട്ട് എല്ലായിടത്തും എത്തിക്കോട്ടെ വെച്ചിട്ടേ. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വക ഒരിളക്കൽ, പൊന്നുവിൻ്റെ വക വേറൊരു ഇളക്കൽ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പൊന്നു പറഞ്ഞു ഞാൻ ഇളക്കാം. ഓൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, ഇതിങ്ങനെ ഉണ്ടാവും, രസം ഉണ്ടാവുമോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം എന്നൊന്നും പറയണില്ല. എന്നാലും ഒന്ന് ഈ പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ഉണ്ടാക്കി നോക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. പിന്നെ സ്കൂൾക്ക് ഒക്കെ കൊണ്ടുപോകാൻ കുട്ടികൾക്കൊക്കെ ആക്കി കൊടുത്താൽ ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ പൊന്നുവിന് നല്ല ഇഷ്ടമായി. അതിൽ വഴുതനങ്ങയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ മിന്നു വരച്ചതാണത്. അപ്പോൾ മിന്നു കാണിക്കാനായിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഫോൺ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.